ഹായ് ഗൈസ്, എല്ലാവർക്കും ലൈഫ് തിൽസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. മഞ്ഞിൻ്റെ താഴ്വരയിൽ പുലർക്കാല വേളയിൽ ഞങ്ങളിതാ യാത്ര തിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നാളുകളായി ഒരു ട്രാവൽ വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, ഒരു ചെറിയ അല്ലെങ്കിൽ കുഞ്ഞ് ട്രാവൽ വ്ളോഗാണ്. വയനാടൻ ചുരം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മക്കളെ. കുറേ നാളുകളായിട്ടുള്ള ആഗ്രഹമാണ് ഒന്ന് വയനാട് വരെ പോകണം, അവിടെയുള്ള കാഴ്ചകൾ കാണണം, അത് എൻ്റെ ക്യാമറയിൽ പകർത്തണം, അത് നിങ്ങൾക്കായിട്ട് കാണിക്കണം എന്നൊക്കെ. പല പ്രാവശ്യങ്ങളിലും വയനാട് വഴി പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും വയനാട് എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വയനാട് എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വയറുകളെല്ലാം വിശന്നു. അപ്പോൾ പലരും മസാല ദോശയും നെയ്റോസ്റ്റൊക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു പതുക്കെ വീണ്ടും യാത്ര തിരിച്ചു കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ ഈ ക്യാമറയിൽ പകർത്തിയിട്ടില്ല. എന്നത്തെ പോലെ തന്നെ പുലർച്ചെ ഒരു 3 മണി 3:30 കൂടിയിട്ട് യാത്ര ആരംഭിച്ചു. ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വയനാട് എത്തി. അത്രയും നേരത്തെ ഇറങ്ങിയത് കൊണ്ടാവാം ട്രാഫിക് ബ്ലോക്കുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വയനാടൻ ചുരം കയറാൻ പറ്റി. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പുലർച്ചെ എത്തി. അതേപോലെ തന്നെ ഒരു രാത്രി ഒരു 1:30 2:30 അതെ പിറ്റേ ദിവസം ഒരു പുലർച്ചയോട് കൂടി തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ടെത്തി. അപ്പം നമുക്ക് വളരെ എക്സ്പെൻസും കുറയാൻ പറ്റി. അങ്ങനെ ഷീസമോളുടെ ഇഷ്ടപ്രകാരം അവിടെ ഞങ്ങൾ സിപ്പ് ലൈനിൽ കയറ്റി. ഈ സിപ്പ് ലൈനിൽ കയറുന്ന വീഡിയോ ഞാൻ കുറേ നാൾ മുന്നേ തന്നെ ഷോർട്സ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ സിപ്പ് ലൈനിൽ കയറ്റിയപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നില്ല. കാരണം അത്രക്കും ആഗ്രഹിച്ചിട്ട് കയറിയതായതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നില്ല. എത്തിയല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലുള്ളൊരു ചിരിയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവളായിട്ട് നമ്മൾ ഒരു തേയിലത്തോട്ടത്തിൽ പോയി. അതായത് ഇവൾ കുറേ നേരം ഇരുന്ന് പറയുന്നത് തേയിലത്തോട്ടത്തിൽ പോകണം, വീഡിയോ എടുക്കണം. അപ്പോൾ എല്ലാ പ്ലേസിലും പോകുമ്പോൾ ഈ തേയിലത്തോട്ടമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പുതുമ നമുക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ തേയിലത്തോട്ടത്തിൽ നിന്ന് അവിടെ ഇറങ്ങി വരുമ്പോൾ എനിക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇത് ഫീൽ ചെയ്തു. അങ്ങനെ നമ്മൾ സൂചിപ്പാറ എന്നുള്ള വെള്ളച്ചാട്ടം, വയനാട്ടിലുള്ള സൂചിപ്പാറ എന്ന വെള്ളച്ചാട്ടത്തിലോട്ടൊക്കെ പോവാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു. എല്ലാവർക്കും ടിക്കറ്റ് എടുത്തു കേട്ടോ. ചെറിയ കുട്ടികളടക്കം എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. നമ്മളിവിടെ പോകുമ്പോൾ ഡ്രസ്സൊക്കെ ആയിട്ടാണ് പോകേണ്ടത്. പോകുമ്പം നമുക്ക് ഡ്രസ്സ് മാറ്റാനുള്ള സ്പേസൊക്കെ ഇവർ ഇവിടെ തന്നെ ഒരുക്കിയിട്ടൊക്കെ ഉണ്ട്. അതിന് നമുക്ക് കാശൊന്നുമില്ല. നല്ല നീറ്റായിട്ടുള്ള പ്ലേസാണ്. ഇപ്പോൾ നമുക്ക് വാഷ്റൂം ആണെങ്കിലും അതേപോലെ തന്നെ ഡ്രസ്സ് മാറ്റുന്ന പ്ലേസ് ആണെങ്കിലും ഒക്കെ വളരെ നീറ്റാണ്. നമുക്ക് കുളിക്കടക്കം ചെയ്യാം. അപ്പോൾ പലരും വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് കുളിക്കാൻ ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ ഞാനൊക്കെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി തിരിച്ച് കയറിയപ്പോൾ ഞാനൊക്കെ ശരിക്കും കുളിച്ചു. അപ്പോൾ കുളിച്ചപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബാത്റൂം പോലെ തന്നെ നല്ല നീറ്റായിട്ടുള്ള ബാത്റൂം ആയതുകൊണ്ട് നമുക്ക് വൃത്തിയിൽ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി തിരിച്ച് നമുക്ക് റിട്ടേൺ പോകാൻ പറ്റി. അപ്പോൾ നമുക്ക് ഇനി വെള്ളച്ചാട്ടം കാണാം. നമ്മൾ ആര് വന്നാലും ഈ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞാൽ റിയലി നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. അത്രയും വലിയ വെള്ളച്ചാട്ടമാണ്. എല്ലാവരും ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആരും പ്രായം നോക്കുന്നൊന്നുമില്ല. ചെറിയ കുട്ടികളാവട്ടെ വലിയവരാവട്ടെ എല്ലാവരും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നുണ്ട്. അത്രയ്ക്കും സേഫ്റ്റി റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ട് നമുക്ക് അതിൽ പിടിച്ച് കയറാം. അതേപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അറ്റം വരെ നമുക്ക് കയറുമ്പോൾ പിടിച്ചിട്ട് പോകാൻ പറ്റും. പിന്നെ ഒഴുകിയിട്ട് വേറൊരു പ്ലേസിലോട്ട് പോകാനൊന്നുമില്ല. കാരണം ഇതൊരു സറൗണ്ടിങ്സ് പോലെയാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പം നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ സൂചിപ്പാറ വെള്ളച്ചാട്ടമാണ്. നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടോ. അടിപൊളി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇതിൽ എനിക്ക് പറയാനൊന്നുമില്ല. അത്രക്കും വലിയ വെള്ളച്ചാട്ടം. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടം ഞാൻ കണ്ടിട്ടില്ല. അത്രക്കും സൂപ്പറായിരുന്നു. അങ്ങനെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ച് പിടിച്ചൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ വന്നത് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തേക്കാണ്.
അപ്പോൾ കുറേ നേരം വെള്ളത്തിൽ കിടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല വിശപ്പുണ്ട്. നല്ല വിശപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാട്ടുപോത്തിനടക്കം കിട്ടിക്കഴിഞ്ഞാൽ തിന്നുന്ന രീതിയിലുള്ള വിശപ്പായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ തേയിലത്തോട്ടമൊക്കെ കണ്ടിട്ട് ജസ്റ്റ് അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ മൂവ് ചെയ്തു. തേയിലത്തോട്ടത്തേക്കൊന്നും നമ്മൾ ഇറങ്ങാൻ നിന്നില്ല, കാരണം നല്ല വെയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല വെയിലുള്ള സമയത്തായിരുന്നു പോയത്. പക്ഷെ വെള്ളച്ചാട്ടത്തിൽ പോയപ്പം അവിടെ മഴയൊക്കെ പെയ്തിട്ട് നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സൂചിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ നിങ്ങൾ പോകുമ്പോൾ നേരത്തെ പോവുക. കാരണം അവിടെ ലിമിറ്റഡ് ആണ് അവിടെ ടിക്കറ്റ്, ഇത്ര ടിക്കറ്റ് വരെ എന്നുള്ള ഒരിതുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ക്രോസ് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പോയാൽ അവർ അതിൻ്റെ അകത്തോട്ട് കയറ്റി വിടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് നമുക്കത് വേഗം കാണാൻ പറ്റി. അങ്ങനെ ഇവിടെയുള്ള തേയിലത്തോട്ടമൊക്കെ ഞങ്ങൾ പതുക്കെ മൂവ് ചെയ്ത് കാണാൻ കേട്ടോ. അപ്പം ഇവിടെ പോണ വഴിയിൽ ഫുൾ അഡ്വഞ്ചറിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ നേരത്തെ മോളെ സിപ്പ് ലൈനിൽ കയറ്റി, അതേപോലെ സൈക്ലിങ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം സിപ്പ് ലൈനിൽ ഓൾറെഡി മോളെ കയറ്റിയത് കൊണ്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഇറങ്ങിയില്ല. അങ്ങനെ നല്ലൊരു ഹോട്ടൽ തപ്പി പിടിച്ച് അവിടെ കയറി. ഹോട്ടലിലെ വീഡിയോസൊന്നും ഞാൻ എടുക്കുന്നില്ല. ഇപ്പോൾ ഞാൻ കഴിക്കുന്നത് അൽഫാം മന്തിയാണ്. അൽഫാം മന്തി അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ടൂറിസ്റ്റുകൾസൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. അപ്പം ഞങ്ങൾ വരുന്ന വഴിയിലൊക്കെ തേയിലത്തോട്ടം കണ്ടെങ്കിലും അവിടെ ഒന്നും കയറി ഇറങ്ങി ഫോട്ടോ എടുക്കുകയൊന്നും ചെയ്തില്ല. അപ്പം ഞങ്ങൾ പോണ വഴിയിൽ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് വീഡിയോയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇരുട്ടാവുമ്പോൾ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, യാത്ര തിരിച്ചു. ഏകദേശം ഒരു 6:30 6:45 ആകുമ്പോഴേക്കും ഞങ്ങൾ യാത്ര തിരിച്ചു. പിന്നെ നമ്മൾ വരുമ്പോൾ, അതായത് രാവിലെ പുലർച്ചെ ഒരു ടൈമായിരുന്നല്ലോ, അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു ട്രാഫിക് ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പോകുമ്പോൾ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരു കുറച്ച് ലേറ്റായത് വീട്ടിലെത്താൻ. അങ്ങനെ യാത്ര പോകുന്ന സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് കാണാൻ. ഫുൾ തേയിലത്തോട്ട, എന്തോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതായത് മേഘമൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്ന പോലെ, അതേപോലെ തന്നെ സൂര്യാസ്തമയവും നമുക്ക് നല്ല ഭംഗിയിൽ കാണാം. നല്ല ഭംഗിയുള്ള ഹിൽസ് കാണാം. എന്തോ എനിക്ക് വയനാട് വളരെ ഇഷ്ടപ്പെട്ട്, വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയാണ്. പിന്നെന്തോ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല തണുപ്പായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല മൂടൽ മഞ്ഞ് വന്നു തുടങ്ങി. നമ്മൾ ഏർലി മോർണിംഗ് വരുമ്പോഴും നല്ല മൂടൽ മഞ്ഞായിരുന്നു. ഇപ്പോൾ ദേ വയനാട് കഴിഞ്ഞു കേട്ടോ, വയനാട് ബോർഡർ കഴിഞ്ഞു. അത് വെൽക്കം ടു വയനാട് എന്ന് എഴുതുന്നതും അതേപോലെ താങ്ക്സ് ഫോർ വിസിറ്റിംഗ് എന്ന് എഴുതുന്നതും ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ഇവിടുന്ന് പോകുമ്പോൾ ഒക്കെ നല്ല മൂടൽ മഞ്ഞാണ്. അപ്പം ഇത്രക്കും കോടമഞ്ഞ് നമ്മൾ കൊടൈക്കനാൽ ഊട്ടിയിലൊക്കെ പോകുമ്പോഴാണ് കാണാറ്. അപ്പോൾ ഈ ഹെയർ പിന്നുകളും അതേപോലെ ഈ സൂസൈഡ് പോയിൻ്റൊക്കെ കംപ്ലീറ്റ് കോടൽ മഞ്ഞ് മൂടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ച് നേരെ വീട്ടിലോട്ടൊരു പുലർച്ചെ ആകുമ്പോഴേക്കും വീട്ടിലെത്തി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഞാൻ പകുതി എത്തിയപ്പോഴേക്കും ക്ഷീണമായിട്ട് കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വയനാടൻ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ബൈ ബൈ.